ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് മാർച്ച് മാസത്തിലെ 6 ദിവസത്തെ ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ ഇന്നും കൂടെ ഡിസ്കൗണ്ട് ഉള്ളൂ. ഓക്കെ, ഇന്നും കൂടെ ഡിസ്കൗണ്ട് ഉള്ളൂ. അപ്പോൾ ഇന്നും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി ആരും വരേണ്ടതില്ല. ഇനിയിപ്പോൾ നെക്സ്റ്റ് മാസത്തിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ ഈ ഡിസ്കൗണ്ടിൻ്റെ ചാർട്ടിനോടൊപ്പം കൊടുക്കുന്നുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 6 ദിവസത്തെ ഡിസ്കൗണ്ട് ആണ്. ഇപ്പം ഏകദേശം ഇത് ഇന്ന് 6ാമത്തെ ദിവസമൊക്കെയാണ്. ഇന്നോ നാളെയൊക്കെ ആയിട്ട് 6ാമത്തെ ദിവസമാണ്. അപ്പോൾ തീരാറായിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇന്ന് വരാവുന്നതാണ്. പിന്നെ ഇത് കഴിഞ്ഞാൽ വരേണ്ടതില്ല. ഓക്കെ, ഡിസ്കൗണ്ട് തീരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നീ അറിയുന്നില്ലേ? ഒറ്റപ്പെടലിൻ്റെ വേദനയിൽ നിങ്ങളുമായി ചിലവഴിച്ച മധുരമായ നിമിഷങ്ങളെക്കുറിച്ച് ഈ വ്യക്തി ഓർത്ത് വിഷമിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു 8 കാർഡ്സ് വെച്ചിട്ടുള്ള റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഡിഫറെൻറ്റ് എനർജീസ് എടുക്കുന്നുണ്ട്. കറണ്ട് സിറ്റുവേഷൻ, പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. അറ്റ് ദ സെയിം ടൈം ഈ പേഴ്സണായിട്ട് നിങ്ങൾ ഒരു നോ കോണ്ടാക്റ്റിലാണ്, അല്ലെങ്കിൽ അത്തരം ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള പീരീഡിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് കണ്ടു നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നല്ല മനഃശുദ്ധിയോട് കൂടി, സ്വസ്ഥമായിട്ടുള്ള മനസ്സോട് കൂടി കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഫസ്റ്റ് എനർജി തന്നെ നോക്കാം. അപ്പോൾ ഈ വ്യക്തി നിങ്ങളോടും നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിനോടും ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ എന്താണ് എന്ന് നോക്കാം. ഓക്കെ, അതായത് നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനോടും അതുപോലെ നിങ്ങളോടും ഈ പേഴ്സൺ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതെന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആൻഡ് ദിസ് വിൽ ബി ദ ഫസ്റ്റ് കാർഡ് ആൻഡ് ലെറ്റ് us see the energy of this day. ഇംപാർഷ്യാലിറ്റി ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഒരു ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ നിന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഒന്നിക്കാനായിട്ട് വളരെയധികം തടസ്സമുള്ള ഒരു കണക്ഷനായിട്ട് കാണുന്നു. അപ്പോൾ വളരെയധികം തടസ്സമുള്ള ഒരു കണക്ഷനായിട്ട് കാണുന്നു എന്ന് വെച്ചാൽ അതിന് തക്കതായിട്ടുള്ള റീസണും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിക്കാനായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകും. അത്ര പെട്ടെന്ന് മറ്റുള്ളവർ സമ്മതിച്ചും അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതൊരു കമ്മിറ്റ്മെന്റിലേക്ക് ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കണക്ഷൻ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. ആരേക്കാളും നന്നായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നല്ല പോലെ അറിയാം. പക്ഷേ ഈ പേഴ്സൺ എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ കൂടെയും നിൽക്കുന്നുണ്ട്. 2 വഞ്ചിയിൽ കാല് വെക്കുക എന്ന് പറയില്ലേ? ഈ 2 വഞ്ചിയിൽ കാല് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മുങ്ങിപ്പോകും, ബാലൻസ് കിട്ടില്ല. ആ സെയിം സിറ്റുവേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ അത്തരം ഒരു മണ്ടത്തരമാണ് ഈ വ്യക്തി ഇവിടെയും കാണിച്ചത്. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം പറയാതെയും നിങ്ങളുമായിട്ട് തുറന്ന് സംസാരിക്കാതെയും ഒരു ന്യൂട്രൽ എനർജിയിൽ ഈ പേഴ്സൺ നിന്നു. അതായത് എല്ലാവരുടെയും നടുക്കായിട്ട് നിന്നു. ആരെയും തള്ളിപ്പറയുന്നുമില്ല, ആരെയും വേണമെന്നും പറയുന്നില്ല, ആരുടെയും കാര്യത്തിൽ തീരുമാനവും പറയുന്നില്ല, ഉറച്ച ഒരു അഭിപ്രായവും ഇല്ല. അപ്പോൾ ഇതാണ് ഈ പേഴ്സൺ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ചെയ്തു പോയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മേ ബി നിങ്ങൾ വിവാഹത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു ഇത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചപ്പോൾ മേ ബി ഈ പേഴ്സൺ ഒരു കൃത്യമായിട്ടുള്ള തീരുമാനം പറഞ്ഞിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതോടുകൂടി ആയിരിക്കാം നിങ്ങളാണെങ്കിൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പിൽ കംപ്ലീറ്റ്ലി തകർന്നു പോയിട്ടുള്ളത്. കാരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു. ഈ വ്യക്തിയോട് നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ്ലി ഒരു തകർത്തെറിയുന്ന രീതിയിലാണ് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു എന്താ പറയുക ഒരു സ്വഭാവ രീതി ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ബിക്കോസ് ദിസ് പേഴ്സൺ വാണ്ട് ഓൾവേസ് എ ഗുഡ് ഇമേജ് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ മുന്നിൽ എപ്പോഴും ഈ വ്യക്തിക്ക് ഒരു നല്ല സൽപ്പേരായിരിക്കണം. ആരുടെ മുന്നിൽ ഈ വ്യക്തിക്ക് താഴാനും കഴിയില്ല, ആരുടെ മുന്നിൽ ഈ വ്യക്തിക്ക് അപമാനിക്കപ്പെടാനും കഴിയില്ല, ആരുടെയും കുറ്റങ്ങൾ അല്ലെങ്കിൽ ആരുടെയും വഴക്ക് കേൾക്കാനും കഴിയില്ല. അങ്ങനെ ഒന്നും പറ്റില്ല. എല്ലാവരുടെയും മുന്നിൽ തെളിഞ്ഞു നിൽക്കണം. ഐ ആം ദ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറ്റക്കാരനല്ല അല്ലെങ്കിൽ ഞാൻ കുറ്റക്കാരിയല്ല,
ഞാൻ നല്ല ഒരാളാണ് എന്നുള്ള രീതിയിൽ തെളിഞ്ഞു നിൽക്കണം. അപ്പം അതേ മെൻറ്റാലിറ്റിയാണ് ഈ വ്യക്തിയെ കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പം അവിടെ ഈ പേഴ്സൺ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന് വില നൽകിയില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ നിലപാട് എന്താണ് എന്നുള്ളത് നോക്കാം. ലെറ്റ് us see. ഗിൽറ്റ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കുറ്റബോധം തന്നെയാണ്. കാരണം ഇവിടെ ഇപ്പോൾ ഈ പേഴ്സണെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പല വ്യക്തികളും ഉണ്ടായിട്ടുണ്ട്. കാരണം അതായത് നന്നായി നീ അവളെ കളഞ്ഞത് നന്നായി, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനം നീ എടുക്കാഞ്ഞത് നന്നായി, നീ ചെയ്തത് ശരിയാണ്, നിന്റെ ഭാഗത്താണ് ശരി എന്നിങ്ങനെയുള്ള മറ്റുള്ളവരുടെ, അതായത് ഈ പേഴ്സണെ അനാവശ്യമായിട്ട് പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ പ്രോത്സാഹിപ്പിച്ചവർ ആരൊക്കെയാണോ അവരൊന്നും ഇപ്പോൾ ഈ വ്യക്തിയുടെ കൂടെ ഇല്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾ രണ്ടുപേരും മേ ബി ബ്രേക്കപ്പ് ആയപ്പോൾ, അല്ലെങ്കിൽ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയപ്പോൾ ഈ പേഴ്സൺ ആരൊക്കെയാണോ വന്ന് സപ്പോർട്ട് ചെയ്തത്, അതായത് നീ ചെയ്തത് നന്നായി, അല്ലെങ്കിൽ നീ സ്നേഹിക്കുന്ന ആ വ്യക്തിനെ നീ സപ്പോർട്ട് ചെയ്യാഞ്ഞത് നന്നായി, നീ നിന്റെ വീട്ടുകാരുടെ കൂടെ നിന്നത് നന്നായി എന്ന് പറഞ്ഞ് ഈ വ്യക്തിയെ കൺഗ്രാറ്റുലേറ്റ് ചെയ്തവർ ആരൊക്കെയാണോ അവര് പോലും ഈ പേഴ്സൺ ഇപ്പൊ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ കംപ്ലീറ്റ്ലി ഒരൊറ്റപ്പെടലാണ്. ഓക്കെ, അതായത് വെള്ളത്തിൽ വരച്ച വര പോലെയായി. ആദ്യം നിങ്ങളായിട്ട് സെപ്പറേറ്റഡ് ആകാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് പ്രോത്സാഹനം ഉണ്ടായി, നല്ല രീതിയിൽ ഈ പേഴ്സണെ സപ്പോർട്ട് ചെയ്തു, എല്ലാം ചെയ്തു, അനാവശ്യമായിട്ട് പ്രോത്സാഹിപ്പിച്ച് ഈ വ്യക്തിയെ കുഴിയിൽ കൊണ്ടുപോയി ചാടിപ്പിച്ചു. ഇപ്പോൾ ഈ വ്യക്തി നഷ്ടത്തിൽ നിൽക്കുന്നത്, നഷ്ടം ആയിരിക്കുന്നത് ഈ വ്യക്തിക്ക് മാത്രമാണ്. ഈ വ്യക്തി മാത്രമാണ് നഷ്ടത്തിന്റെ നിഴലിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സിറ്റുവേഷനാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ, അതായത് ഇനിയെങ്കിലും സ്വതന്ത്രമായിട്ട് ചിന്തിച്ചില്ലെങ്കിൽ, പ്രവർത്തിച്ചില്ലെങ്കിൽ, തീരുമാനമെടുത്തില്ലെങ്കിൽ ശരിയാകില്ല എന്നുള്ള ഒരു നിലപാട്, അല്ലെങ്കിൽ അത്തരം ഒരു ചിന്താഗതി ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോഴാണ് ഈ വ്യക്തി മനസ്സിലാക്കുന്നത് നല്ലവരേതാണ് ചീത്തവരേതാണ് എന്നുള്ളത്. അപ്പൊ ഈ വ്യക്തിയെ അനാവശ്യമായിട്ട് പ്രോത്സാഹിപ്പിച്ച ആൾക്കാരുടെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ തല്ലി പിരിയണം. അതായിരുന്നു മറ്റുള്ളവരുടെ ഒരു, എന്താ പറയാ, മറ്റുള്ളവരുടെ ഒരു ആ പ്രോത്സാഹിപ്പിച്ചവരുടെ ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതെന്താണോ അതവര് നിറവേറ്റി കഴിഞ്ഞു. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ വിഡ്ഢിയായിരിക്കുന്നത് ഈ വ്യക്തിയാണ്. ഓക്കെ, ആൻഡ് ഓൾസോ നിങ്ങളുടെ എനർജി, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എനർജിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ എനർജിയിൽ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കാർഡ്? യെസ്, ഹയറഫിന്റെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് വളരെ നല്ല രീതിയിൽ നിങ്ങൾ സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഒരുപാട് സൈനുകൾ നിങ്ങൾ കാണുന്നുണ്ട് യൂണിവേഴ്സിൽ നിന്നും. അതായത് യൂണിവേഴ്സ് പല മെസ്സേജസും നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഹാർഡ് വർക്ക് ചെയ്യണം, ഇന്നർ വർക്ക് പ്രോപ്പറായിട്ട് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ ഓൾവേസ് ബ്രിങ്സ് ആൻസർ എന്നുള്ള രീതിയിലാണ് നമുക്ക് ഈ ഒരു കാർഡ് കിട്ടിയിട്ടുള്ളത്. ഇതിനോടകം പല തിരിച്ചറിവുകളും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും പല രീതിയിലുള്ള ഇൻഫോർമേഷൻസും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. നിങ്ങൾ ഒറ്റക്കായി പോയി, നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി, വഞ്ചിക്കപ്പെട്ടു, അങ്ങനെയുള്ള തോന്നലുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ചിന്തകളിലേക്ക് നിങ്ങൾ ചുരുങ്ങി പോകേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്പിരിച്വൽ പരമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾ ചെയ്യുന്നത് അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നോക്കുക. ആൻഡ് ഓൾസോ എന്താ പറയുക, നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഓക്കെ, ഉണ്ടെങ്കിൽ അതെന്താണ്? ഓക്കെ, അത് ആ ഒരു സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പേജ് ഓഫ് എയർ ആണ്. അതായത് ഈ വ്യക്തി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങൾ അത് ഈ വ്യക്തി തന്നെ പരിഹരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, കാരണം ഈ വ്യക്തിക്ക് ഇപ്പോൾ ക്ലിയർ കട്ടായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആരാണോ ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നക്കാരൻ, അല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കുന്നത് ആരാണോ അത് ഈ പേഴ്സൺ തന്നെയാണ് എന്നുള്ള റിയാലിറ്റിയിലേക്ക് ഈ പേഴ്സൺ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു മാറ്റമാണ്, ഈ വ്യക്തിയിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു മാറ്റമാണ്. അപ്പോൾ ഈ പേഴ്സന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്ത്
എല്ലാ തെറ്റുകളും വന്ന് ഏറ്റു പറയണം. അതിലൂടെ നിങ്ങളുടെ ആ ഒരു ക്ഷമ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മാപ്പ് കൊടുക്കൽ അത് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു, അർഹിക്കുന്നു. ഇതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഇതിങ്ങനെ നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സൺ ഒറ്റപ്പെടുത്തുമ്പോൾ അതൊക്കെ ഈ പേഴ്സണ് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയിരുന്നപ്പോൾ, നിങ്ങളെ ചവിട്ടി പുറത്താക്കിയിരുന്നപ്പോൾ ഈ വ്യക്തിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, മറ്റുള്ളവരുടെ വികാരം മനസ്സിലാക്കാനോ അവരുടെ വേദനകളോ അല്ലെങ്കിൽ മനസ്സിലെ മുറിവുകളോ അത് മനസ്സിലാക്കാനോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനോ ഒന്നും ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചിരുന്നില്ല. പക്ഷേ ഈ വ്യക്തിക്ക് സ്വയം അതെല്ലാം അനുഭവിക്കേണ്ടി വന്നപ്പോഴാണ് ദെൻ എന്താണ് അതിൻ്റെയൊക്കെ കാഠിന്യം എന്നുള്ളത് ഈ പേഴ്സൺ മനസ്സിലാക്കി എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തിയിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയും കാലം പോയതുപോലെ തന്നെ ഇനിയും അങ്ങോട്ട് പൊയ്ക്കോട്ടെ എന്നുള്ള ചിന്താഗതിയല്ല ഇപ്പോൾ ഈ വ്യക്തിക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഓൾസോ അതായത് ഈ വ്യക്തിക്ക് ഒരു മാറ്റം ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം? ഓക്കെ, നമുക്ക് നോക്കാം. 8 ഓഫ് വാട്ടർ ആണ് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് പല മേഖലകളിലും അബദ്ധങ്ങൾ പറ്റിപ്പോയിട്ടുണ്ട്. അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. കാരണം എന്താന്ന് വെച്ചാൽ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ള ഒരു സന്ദേശമാണ് എനിക്ക് ഈ ഒരു കാർഡ് കണ്ടിട്ട് പറയാൻ തോന്നുന്നത്. കാരണം ഈ പേഴ്സൺ അത്രമാത്രം മറ്റ് സുഖലോലുപങ്ങളായ കാര്യങ്ങളിൽ മയങ്ങിപ്പോയ ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് പക്ക അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. മേ ബി ആ ഒരു തേർഡ് പാർട്ടിയുടെ സൗന്ദര്യം കണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പൈസ കണ്ടിട്ടായിരിക്കാം. വളരെയധികം ഒരു അത്യാർത്ഥിയുള്ള ഒരു വ്യക്തിയുടെ എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തി അറിഞ്ഞിരുന്നില്ല ഇനിയും ഈ വ്യക്തിക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ടെന്നും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ. കാരണം ഇതൊന്നുമല്ല സ്നേഹം, അല്ലെങ്കിൽ യഥാർത്ഥ സ്നേഹം നിങ്ങളിലാണ്, അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള എനർജിയിലാണ് ഈ പേഴ്സണെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഇപ്പോഴാണ് ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സാമ്പത്തികം അല്ലെങ്കിൽ എന്താ പറയുക സ്വർണ്ണ സംബന്ധമായിട്ടുള്ള അത്തരം കാര്യങ്ങൾ അതിലൊക്കെയാണ് ഈ പേഴ്സണ് ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഒരു അത്യാർത്ഥി അത്തരം ഒരു ഇതായിരുന്നു. പക്ഷെ അങ്ങനെ പോയി ഈ വ്യക്തിക്ക് കണ്ണ് കാണാത്ത ഒരവസ്ഥയിലേക്കായി. കാരണം അതിനോടൊക്കെയാണ് ഇഷ്ടം. അങ്ങനെ അവസാനം ഈ വ്യക്തി കെണിയിൽ വന്ന് വീണു, വലിയൊരു കുഴിയിൽ വന്ന് വീണു. അതിൽ നിന്നും പുറത്തേക്ക് കടക്കാനാണ് ഈ വ്യക്തി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ശാപത്തിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കണം. അപ്പോൾ ഇപ്പോഴായിരിക്കുന്ന സിറ്റുവേഷനിൽ ഈ പേഴ്സൺ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങളായിട്ടുള്ള നിമിഷങ്ങൾ, നിങ്ങളായിട്ടുള്ള നല്ല നല്ല മൂമെന്റ്സ് എത്രത്തോളം സൂപ്പറായിരുന്നു, എത്രത്തോളം മനോഹരമായിരുന്നു. ഒരു ടെൻഷനും ഇല്ലായിരുന്നു. വളരെ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയ വലിയ ആഡംബരങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ചിലപ്പോൾ ഒന്നും തന്നെ ഉണ്ടാവില്ലായിരിക്കാം നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിൽ. പക്ഷേ ഒരു സാധാരണ രീതിയിലാണെങ്കിൽ പോലും അവിടെ ഒരു സ്നേഹവും സമാധാനവും കരുതലും ഒരു സ്വസ്ഥതയും ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നമുക്കിവിടെ കംപ്ലീറ്റ്ലി കാണാൻ കഴിയുന്നു. അപ്പൊ അത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ജന്മത്ത് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു തിരിച്ചറിവാണ്. ഓക്കെ, നിങ്ങളോട് എന്താണ് യൂണിവേഴ്സിന് പറയാനുള്ളത് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ ദ കാർഡ് ഫോർ ടുഡേ. ഫ്രണ്ട്ഷിപ്പ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് നശിപ്പിച്ച് കളയരുത്, അല്ലെങ്കിൽ മാറ്റി വെക്കരുത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ബ്രേക്കപ്പ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സക്സസ് ആവാത്തത് കൊണ്ടോ ഒരുപക്ഷെ നിങ്ങളിലേക്ക് തന്നെ ഒതുങ്ങിപ്പോയിട്ടുണ്ടാകാം. ഒരുപക്ഷെ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ നിങ്ങൾ അത്രയും അധികം സംസാരിക്കുകയും സമയം ചെലവഴിക്കുകയും സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്ന നിങ്ങൾ ഇപ്പോൾ ഒരുപക്ഷെ മുറി അടച്ചിട്ട് ഒരു ഇതിൽ തന്നെ ആയിരിക്കാം, അടച്ചു മൂടിയിരിക്കുന്ന ഒരു വ്യക്തികളായിരിക്കാം. അങ്ങനെയുള്ളവർക്കുള്ള സന്ദേശമാണിത്. തീർച്ചയായിട്ടും യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് അടിച്ചു പൊളിച്ച് നടക്കാനും സന്തോഷിച്ച് നടക്കാനുമാണ് പറയുന്നത്. നിങ്ങളുടെ മനസ്സിലെ വേദനകൾ, മുറിവുകൾ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുമായിട്ട് ഷെയർ ചെയ്യാനും, അത് നല്ല ഫ്രണ്ട്സ് ആയിരിക്കണം. പാര വെക്കുന്നതും അല്ലെങ്കിൽ നിങ്ങൾക്കിട്ട് പണിയുന്ന ഫ്രണ്ട്സ് ആയിട്ട് ആവരുത്. നല്ല ഫ്രണ്ട്ഷിപ്പ്, നിങ്ങളുടെ ബാല്യകാല ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ ആയിട്ടൊക്കെയാണ് അത്രയും നല്ലൊരു എന്താ പറയാ ഒരു കണക്ഷൻ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കണം. അത് നിങ്ങളുടെ സോളിന് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ഹീലിംഗ് ആയിരിക്കും ലഭിക്കുന്നത് എന്നാണ്
യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് വലിയൊരു ഫാക്റ്റാണ്. നമ്മൾ മുറി അടച്ചിട്ട് ഓരോടത്തൊക്കെ തന്നെ ഇരിക്കുമ്പോൾ കംപ്ലീറ്റ്ലി വിഷാദം നമ്മളെ പതുക്കെ പതുക്കെ കീഴടക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിലേക്ക് പോകരുത്. പകരം ഫ്രണ്ട്സ് ആയിട്ട് കണക്റ്റഡ് ആകാം, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതായിട്ട് എൻഗേജ്ഡ് ആകാം. സോ ആ ഒരു തലത്തിലേക്ക് പോകാനായിട്ട് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? റിലീജിയസ് ഫാക്ടറാണ്. അപ്പോൾ യുവർ ലൈഫ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ യുവർ റിലീജിയൻസ് അപ്ബ്രിങ്ങിങ് ആൻഡ് സ്പിരിച്വൽ പാത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ റിലീജിയൻസ് പരമായിട്ടുള്ള പ്രശ്നങ്ങൾ, മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നു. മേ ബി നിങ്ങൾ രണ്ടുപേരും രണ്ട് വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കാം, ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ, ആ ഒരു ഇതിലായിരിക്കാം. ഡിഫറെൻറ്റ് കസ്റ്റംസ്, റിലീജിയൻസ്, ബിലീവ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ഇനി അതല്ല, റിലീജിയസ് ഫാക്ടർ അല്ല എന്നാണെങ്കിൽ നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ ഒരു സ്പിരിച്വൽ ജേണിയുടെ വലിയൊരു വ്യത്യാസമുണ്ട്. അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആത്മീയമായിട്ട് വളരെയധികം ഉയർന്ന ആൾക്കാരാണ്. എന്നാൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിലോ കർമ്മത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരും. അതായത് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടും നിങ്ങളുടെ വ്യക്തി വളരെ നെഗറ്റീവായിട്ടും. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നു. അപ്പം അതാണ് റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പം അത് ഹീലാകും. ഓക്കെ, ഹീലാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ദെൻ ആ ഒരു മൂൺ എനർജി നിങ്ങളുടെ കാര്യത്തിൽ നമുക്ക് എന്താണ് കിട്ടി? ലാസ്റ്റ് ക്വാർട്ടർ മൂണിൻ അക്യൂറീസ് ആണ്. ആൻഡ് ഓൾസോ എർത്ത് സൈൻ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. റിഫ്ലക്റ്റ് ഓൺ യുവർ പ്രയോറിറ്റീസ് ആണ്. അപ്പോൾ ചന്ദ്രന്റെ അവസാന പാദമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു എനർജി, ലാസ്റ്റ് അപ്ഗ്രേഡ് ഓഫ് എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ റിഫ്ലക്റ്റ് ഓൺ യുവർ പ്രയോറിറ്റീസ് ആണ്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അതിലേക്ക് കൂടുതൽ ജീവൻ നൽകാനായിട്ട് നോക്കണം. ഓക്കെ, അതായത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ജീവൻ കൊടുക്കുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ജീവൻ നൽകുക, അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ ശനിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ടെക്നിക്കൊക്കെ ചെയ്യാവുന്നതാണ്. ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് അതിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, അതായത് കടുങ്കട്ടിയായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നുമല്ല, ഒരു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എഴുതി വെച്ചിട്ട് അത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഓക്കെ, അത് കുറച്ച് ഒച്ചയിൽ നിങ്ങൾക്ക് വായിക്കാം. അത് ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ കൂടുതൽ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ആ പേപ്പർ എവിടെയെങ്കിലും ഒട്ടിച്ചു വെക്കുക, നിങ്ങൾ എപ്പോഴും കാണുന്ന സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ ഒട്ടിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ അതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. റിഫ്ലക്റ്റ് ഓൺ യുവർ പ്രയോറിറ്റീസ് ആണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ ആ ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന ആഗ്രഹങ്ങൾ എന്താണോ അതിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുക, അതിന് ജീവൻ നൽകുക. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു മൂൺ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് നമുക്ക് കംപ്ലീറ്റ് ആക്കാം. യെസ്, ലെറ്റ്സ് സീ ദ ക്ലൂസ്. യെസ്, കർമ്മ കിട്ടിയിട്ടുണ്ട്. കുറച്ച് കർമ്മ ബന്ധം അല്ലെങ്കിൽ ആ ഒരു കർമ്മം, ഈ വ്യക്തിയുടെ കർമ്മം തീരേണ്ടതായിട്ടുണ്ട്. ബോഡി ഷേപ്പ്, മേ ബി ബോഡി ഷേപ്പ്, ശരീര വടിവൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. യെസ്, എനിമീസ്, ശത്രുക്കളുണ്ട്. തേർഡ് പാർട്ടി, യെസ്. ഫീലിംഗ് ഓൾവേസ് ഗിൽറ്റി, കുറ്റബോധം കൊണ്ട് നിറയുക. ബ്രൗൺ ഐസ് കിട്ടിയിട്ടുണ്ട്. ബുഷി ഹെയർ, ഓക്കെ, ചുരുളം മുടി. ഷാർപ്പ് നോസ്, വളരെയധികം നീണ്ട കൂർത്ത മൂക്ക് ഉള്ളവരായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. സൗണ്ട്, ശബ്ദം സ്പെഷ്യലായിട്ട് കാണിക്കുന്നു. നോ കോണ്ടാക്റ്റ് ആയിരിക്കാം. ഇമ്മെച്യൂർഡ്, ഒട്ടും പക്വതയില്ലായ്മ കാണിക്കുന്നു. ബ്രേക്കപ്പ്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ 6 ദിവസത്തെ ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ ഇന്നത്തോടു കൂടി തീരും. താല്പര്യമുള്ളവർക്ക് വരാവുന്നതാണ്. ഇന്നത്തോടു കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 1-2 മാസമോ കഴിഞ്ഞിട്ട് ഉണ്ടാകുള്ളൂ. എനിക്ക് ടൈം ഉള്ള പോലെ ഞാൻ ഡിസ്കൗണ്ട് ഇടുള്ളൂ. പണ്ടൊക്കെ എല്ലാ മാസവും ഇടുമായിരുന്നു, പക്ഷെ ഇപ്പോൾ ടൈം കിട്ടുന്നതിനനുസരിച്ചാണ്. 6 ദിവസത്തെ ഡിസ്കൗണ്ടേ ഉള്ളൂ. അതിപ്പോൾ 5 ദിവസം കഴിഞ്ഞു. സോ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വരാം. ഈ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ സ്ക്രീനിൽ കാണിക്കുന്നതാണ്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും. അപ്പോൾ വരാവുന്നതാണ്. സോ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, നല്ല കമൻസ്, ഓക്കെ, നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ. ദെൻ സോ പുതിയൊരു എന്താ പറയുക, പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.